ഹേ ഗായ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ കാലത്ത് കുറേ പേരും അവരുടെ ഹയർ സ്റ്റഡീസിനായിട്ടും അല്ലെങ്കിൽ ജോലിക്കായിട്ടും ഒക്കെ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു രാജ്യമാണ് ജർമ്മനി എന്ന് പറയുന്ന രാജ്യം. അപ്പോൾ അവിടെ പോകാനായിട്ട് നമുക്ക് അവിടുത്തെ ലാംഗ്വേജായ ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അപ്പം മാസ്റ്റേഴ്സ് ഒക്കെ പഠിക്കാൻ പോകുന്നവർക്കാണെങ്കിൽ A1 A2 ആ ഒരു ലെവലൊക്കെ മതി. അപ്പം ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ B2 ലെവൽ വേണം. നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ പോകുന്നവർക്കാണെങ്കിൽ B2 കമ്പൽസറി ആണ്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ B2 കഴിഞ്ഞിട്ട് നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് പോകാനായിട്ട് നിൽക്കുന്ന സ്റ്റുഡൻസിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇന്റർവ്യൂവിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന്. അപ്പം ഇപ്പോൾ കുറേ പേരും ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ചേർന്നവരുണ്ടാവാം, ചേരാൻ അന്വേഷിക്കുന്നവരുണ്ടാവാം, പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവാം, എക്സാമിന് സ്ലോട്ട് എടുത്തവരാവാം, അല്ലെങ്കിൽ എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരും, എക്സാം പാസ്സായി കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന ഒക്കെ കാറ്റഗറിയിലുള്ള ആൾക്കാരായിരിക്കും ഉള്ളത്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മൾ എക്സാമൊക്കെ കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കുള്ള വീഡിയോ ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇൻ്റർവ്യൂവിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇൻ്റർവ്യൂ ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ ആയിരിക്കും, സൂമിലൂടെയോ അങ്ങനെ എന്തിലേലും കൂടെ ആയിരിക്കും. അപ്പം ഇൻ്റർവ്യൂവിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് അത് ഡിപ്പെൻസ് ആണ്, എംപ്ലോയറിനെ നമ്മളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ചിലർക്ക് 15 മിനിറ്റ് ആയിരിക്കും, ചിലർക്ക് 5 മിനിറ്റ് ആയിരിക്കും, 10 മിനിറ്റ് ആയിരിക്കും, ചിലർക്ക് 1 മിനിറ്റ് ഒക്കെ തന്നെ ധാരാളമായിരിക്കും. അപ്പം അതൊക്കെ ഡിപ്പെൻസ് ആണ്. അപ്പം ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും, അതുപോലെ തന്നെ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസും, അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരോട്, അതായത് എനിക്കറിയാവുന്ന ആൾക്കാരോട് ചോദിച്ച ക്വസ്റ്റ്യൻസും, നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ട് ഒരുപാട് പേര് പറഞ്ഞ ഓരോ ക്വസ്റ്റ്യൻസൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇൻ്റർവ്യൂവിന് കയറി കഴിയുമ്പം അവർ നമ്മളെ വെൽക്കം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളോട് പറയും, മോസ്റ്റ്ലി ഒരു 99% നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബിറ്റ് സ്റ്റെലൻ സിസ് 4 എന്ന് പറയും. പ്ലീസ് ഇൻട്രോഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയും. നിങ്ങളെപ്പറ്റി തന്നെ പറയുക എന്ന് പറയും. അപ്പം നമ്മൾ എന്താണോ നമ്മളെപ്പറ്റി പറയാനുള്ളത് അത് പറയുക. ഗൂട്ടൻ ടാഗ് ഇഷ് ഹൈസെ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ദസ് ഇസ് ചാലസ് യൂബ മിഹ് നാഗേഷ് എന്ന് പറയുക. നമ്മൾ ഇതൊക്കെയാണ് എന്നെപ്പറ്റി എന്ന് പറഞ്ഞിട്ട് താങ്ക് യു പറയുക. പിന്നെ അടുത്തത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വോറും ഡോയ്ച്ച്ലാൻഡ് എന്ന് ചോദിക്കും, അല്ലെങ്കിൽ വോറും ഔസ്ഗെവേൽറ്റ് ദു ഡോയ്ച്ച്. ഇനി അടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വോറും ഡോയ്ച്ച്ലാൻഡ് എന്ന് ചോദിക്കും. എന്തുകൊണ്ട്, വൈ ഡു യു ചൂസ് ജർമ്മനി എന്ന് ചോദിക്കും. എന്തുകൊണ്ടാണ് നിങ്ങൾ ജർമ്മനി എന്ന രാജ്യം സെലക്ട് ചെയ്തത് എന്ന് ചോദിക്കും. അപ്പം നമ്മൾ എന്താണ് നമ്മളുടെ ആൻസർ അത് പറയുക. എന്തുകൊണ്ടാണ് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ജർമ്മനി എന്ന രാജ്യം സെലക്ട് ചെയ്തതെന്ന് ഉത്തരം പറയുക. അപ്പം നമുക്ക് പറയാം, ich wähle Deutschland, weil in Deutschland so viel Arbeitsmöglichkeit gibt. Es gibt nicht nur eine gute Quality-Bildung, sondern es bietet auch eine gute Einrichtung und es gibt eine gute Sicherheit എന്നൊക്കെ പറയാം. എന്ന് പറഞ്ഞിട്ട് ജർമ്മനിയുടെ കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ പറഞ്ഞിട്ട് ഡാറും വേലീഷ് ഡോയ്ച്ച്ലാൻഡ് എന്നൊക്കെ പറയാം. അപ്പം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജർമ്മനിയിൽ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റഡീസ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല സെക്യൂരിറ്റി ആണ്. അതൊക്കെ നമുക്ക് ഡോയ്ച്ച്ലാൻഡിൻ്റെ, അതായത് ജർമ്മനിയുടെ കുറച്ച് അഡ്വാൻറ്റേജസ് പറഞ്ഞിട്ട് നമുക്കത് കൺക്ലൂഡ് ചെയ്യാം. അവസാനം നമ്മൾ ഇന്ന കാരണത്താലാണ് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് ചൂസ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തുക. അത് കഴിഞ്ഞിട്ട് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്, വോറും ഡോയ്ച്ച്ലാൻഡ് വോറും ഹൗസ് ബിൽഡിംഗ്, രണ്ടും കൂടെ ഒരുമിച്ചായിരിക്കും ചോദിക്കുന്നത്. എന്തുകൊണ്ട്, ഇപ്പം നമ്മൾ എന്ത് കാരണത്താലാണ് ചൂസ് ചെയ്തതെന്ന് പറയാം. അപ്പം നമുക്ക് അതിൻ്റെ ഉത്തരം വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ich kann während des Studiums das Praktikum machen, deshalb erhalten wir ein gutes Stipendium und wir können selbstständig und unabhängig von Eltern und ich denke, dass es hilfreich für mich ist, weil es eine gute Methode oder gut für unsere, അല്ലെങ്കിൽ meine സുഖൻഫ്റ്റിക്ക് ആർബൈറ്റ് എന്നൊക്കെ പറയാം. നമുക്ക് അതൊക്കെ ഡിപ്പെൻഡ് ആണ്, അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പറയാം. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അത് ഇപ്പം ഞാൻ ചൂസ് ചെയ്ത് കാരണം കൊണ്ടായിരിക്കില്ല നിങ്ങൾ നഴ്സിംഗ് ചൂസ് ചെയ്ത്. അപ്പം നിങ്ങളുടെ റീസൺ പറയുക, ഇന്ന കാരണത്താലാണ് ഞാൻ ലാംഗ്വേജ് നഴ്സിംഗ് ചൂസ് ചെയ്തതെന്ന് പറയുക. അപ്പം ഇത് 3 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പം അതിൻ്റെ ആൻസർ അതൊക്കെ നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പെർസ്പെക്റ്റീവ് ആയിരിക്കണം എന്നില്ല നിങ്ങളുടെ പെർസ്പെക്റ്റീവ്. അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്താണോ അതിൻ്റെ ഉത്തരം തോന്നുക അത് നിങ്ങൾ പറയുക. അപ്പം ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇനി അടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാസ് വിസൻ സി യൂബർ ദി ഫ്രീഗെ ഹൗസ് ബിൽഡിംഗ് ഇൻ ഡോയ്ച്ച്ലാൻഡ്. നിങ്ങൾക്ക് ജർമ്മനിയിലെ നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി എന്തറിയാം എന്ന് ചോദിക്കും. അപ്പം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാം. നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടും, അല്ലെങ്കിൽ പ്രാക്ടിക്കൽസ് ചെയ്യാൻ പറ്റും. സ്റ്റൈഫൻഡ് കിട്ടും, അതുവഴി കൂടെ നമുക്ക് ഒരുപാട് തിയറിയേക്കാളും കൂടുതൽ പ്രാക്ടിക്കൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. നമുക്ക് അതിലൂടെ നമ്മുടെ അറിവ് കൂട്ടാൻ പറ്റും എന്നൊക്കെ, നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആവും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. എന്താണ് നിങ്ങളുടെ ഇഷ്ടം അത് പറയുക. ഹാവൻ സി പ്രോബ്ലമേ
ഇം ഉംഗാങ് വിത്ത് മെയിൻലിഷൻ ഉണ്ട് വൈബ്ലിഷൻ ആൾസൻ മെൻഷൻ എന്ന് ചോദിക്കും. അതായത് പ്രായമായ ആൾക്കാരുണ്ടല്ലോ, അതിൽ പ്രായമായ സ്ത്രീകളെയും പുരുഷന്മാരെയും നിങ്ങൾക്ക് ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടല്ല പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉത്തരം പറയുക. അത് കഴിഞ്ഞിട്ട് ചോദിക്കും വാസ് ഇൻ ദി ഔഫ്ഗാബൻ ഇൻ ദർ ഫ്ലീഗി ഹോസ്പിറ്റലും, എന്തൊക്കെയാണ് ഫ്ലീഗി ഹോസ്പിറ്റലും നഴ്സിംഗ് ഹോസ്പിറ്റലും ചെയ്യുമ്പോഴുള്ള ടാസ്കുകൾ എന്ന് ചോദിക്കും. എന്തൊക്കെ ടാസ്കുകളാണ് ഉള്ളതെന്ന് ചോദിക്കും. പിന്നെ ചോദിക്കും വാസ് ഇൻ ദി ഉണ്ടഷീഡെ സ്വിഷൻ ഐനം ക്രാങ്കൻ ഹൗസ് ഉണ്ട് ഐനം ആൾട്ടൻ ഹൈ, എന്താണ് ഒരു ആശുപത്രിയും അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോമിലും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിക്കും. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മ്യോസ്റ്റൻ സി ഇയറെ ഫാമിലിയെ വേറർ ഇയറർ ഹൗസ് ബോൾഡ് ഫിനാൻഷ്യൽ ഉണ്ടർസ്റ്റുഡ്സൺ, നിങ്ങളുടെ ഫാമിലിയെ നിങ്ങളുടെ പഠിത്തത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ ഒരു പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുമോ, ഫിനാൻഷ്യലി നിങ്ങൾ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മളുടെ ആൻസർ പറയുക. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹാവൻ സി പ്രോബ്ലം മിറ്റ് ദർ ആർബൈറ്റ് ഇൻ ഐനം ആൾട്ടൻ ഹൈ, ഒരു ഓൾഡ് ഏജ് ഹോമിൽ ജോലി ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കുക. ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണ് കാരണം എന്ന് പറയുക. ഇനിയും കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഇല്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് പ്രായമായ ആൾക്കാരെ നോക്കാൻ ഇഷ്ടമാണ്, അങ്ങനെ അപ്പോഴേ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആവത്തുള്ളൂ, എന്താണോ റീസൺ അതും പറയുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യന് യാ ഓർഡർ നൈൻ അങ്ങനത്തെ രീതിയിൽ ഉത്തരം പറയരുത്, യേസ് ഓർ നോ രീതിയിൽ ഉത്തരം പറയരുത്. യേസോ നോ പറഞ്ഞിട്ട് അതിൻ്റെ കാരണം കൂടെ വ്യക്തമായി നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഓക്കെ. പിന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സിൻസ് ഈ ഫെർഹൈറാറ്റഡ്, നിങ്ങൾ മാരീഡ് ആണെന്ന് ചോദിക്കും. മാരീഡ് ആണെങ്കിൽ ആണെന്ന് പറയുക, അല്ലെങ്കിൽ അല്ലെന്ന് പറയുക. ഇനി ആണെങ്കിൽ എന്ന് പറയുന്നവരോട് ചിലപ്പോൾ ചോദിക്കും ഹാവൻ സി കിൻഡർ എന്ന് ചോദിക്കും, നിങ്ങൾക്ക് കുട്ടികളുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം എന്താണോ അതിൻ്റെ ആൻസർ അത് പറയുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഓരും വോളൻ സി ഇൻ ഡോയ്ച്ച്ലാൻഡ് സ്റ്റുഡിയോ റൺ, എന്ത് കാരണത്താലാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ജർമ്മനിയിൽ പോയിട്ട് പഠിക്കാൻ ആഗ്രഹം എന്ന് ചോദിക്കും. പിന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാസ് ഇൻ ഇയർ എ ഹോബി എന്ന് ചോദിക്കും. അത് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പം ഫോർത്ത് ലെവൻ പറയും, നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുമ്പം നമ്മൾ ചിലപ്പം നമ്മളുടെ ഹോബി പറയും, മൈൻ്റെ ലീവ്ലിങ്സ് ഹോബീസ് ഇൻ ദ സോവൽ ദ റൈസ് ആൻഡ് ആൾസോ ബ്യൂഷർ ലേസൻ എന്ന് പറയും. എൻ്റെ ഹോബി എന്ന് പറയുമ്പോൾ യാത്ര പോകുന്നതും ബുക്ക് വായിക്കുന്നതുമാണെന്ന് പറയും. അപ്പം അവർ നമ്മളോട് ആ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കേട്ടിട്ട് നമ്മളോട് ചിലപ്പോൾ ചോദിക്കും നമ്മൾ ബ്യൂഷർ ലേസൺ എന്നൊക്കെ പറയുമല്ലോ. അപ്പം നമ്മളോട് ചോദിക്കും എങ്ങനത്തെ ബുക്കൊക്കെ വായിക്കും, ലാസ്റ്റ് വായിച്ച ബുക്ക് ഏതാ, അങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളെപ്പോഴും എല്ലാത്തിനും അപ്പം നമ്മൾ പറയുന്ന ഒരു ആൻസറിൻ്റെ ഉള്ളിൽ നിന്ന് വേണമെങ്കിൽ അവർ ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് നമ്മൾ ഇപ്പം കാണാതെ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുവാണോ എന്നവർക്ക് തോന്നാതെ, അതായത് ഇപ്പം അവർ വിചാരിക്കുക നിങ്ങൾ ഇന്ന ക്വസ്റ്റ്യൻ്റെ ഉത്തരം കാണാതെ പഠിച്ചു വന്ന് പറയുക, അതുപോലെ വന്ന് പറയാം. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ കാണാതെ പഠിച്ച് വന്നിരിക്കുകയാണ്, അവർക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ എന്ത് പറയുമ്പോഴും സൂക്ഷിച്ചും കണ്ട് പറയുക, അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു മനസ്സിലാക്കിക്കൊണ്ട് നമ്മളതിൽ സത്യസന്ധമായ ഉത്തരങ്ങൾ പറയാൻ ശ്രമിക്കുക. പിന്നെ ചോദിക്കാനൊരു സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കെനൻ സി ഏമാൻഡ് ഇൻ ഡോയ്ച്ച്ലാൻഡ്, നിങ്ങൾക്ക് ജർമ്മനിയിലുള്ള ആരെങ്കിലും അറിയാമോ എന്ന് ചോദിക്കും. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുക, ഉണ്ടെങ്കിൽ പറയുക യാ എന്ന് പറഞ്ഞിട്ട് എന്താണോ അവരെവിടാണോ താമസിക്കുന്നത്, ജർമ്മനിയിൽ എവിടെയാണോ താമസിക്കുന്നത്, അല്ലെങ്കിൽ അവരെന്താണോ ചെയ്യുന്നതെന്നൊക്കെ അതിൻ്റെ രീതിക്ക് പറയുക. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹാവൻ സി ഡോയ്ച്ച്ലാൻഡ് ഷോൺ ഐൻമാൽ ബെസ്യൂഹ്റ്റ്, നിങ്ങൾ എപ്പോഴെങ്കിലും ജർമ്മനി ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം നമ്മൾ പോയിട്ടില്ലല്ലോ, അപ്പം നമ്മൾ പറയണം നൈൻ ഇഷ് ഹാബെ നിഷ് ദസ് ഡോയ്ച്ച്ലാൻഡ് ഷോൺ ബെസ്യൂഹ്റ്റ് aber ich möchte so gern das Deutschland besuchen weil എന്ന് പറഞ്ഞിട്ട് ജർമ്മനിയെ പറ്റി ജർമ്മനി എന്തുകൊണ്ടാണ് ജർമ്മനി വിസിറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യിക്കുക. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ഹാവൻ സി ഗെഷ്വിസ്റ്റർ, നിങ്ങൾക്ക് സിബ്ലിങ്സ് ഉണ്ടോ എന്ന് ചോദിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളിപ്പം ജർമ്മനിയിൽ പോകുന്നത് നമ്മളുടെ മുന്നോട്ടുള്ള പഠിത്തത്തിനോ ജോലിക്കോ ഒക്കെ ആയിരിക്കും. അപ്പം അവർ ഇങ്ങനെ നോക്കും, അതായത് നമ്മൾക്ക് ജർമ്മനിയെ പറ്റി എന്തൊക്കെ അറിയാം എന്നിങ്ങനെ അവർ നോക്കും. അപ്പം അവർ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാസ് വിസൻ സി യൂബർ ദി ക്ലിമ ഇൻ ഡോയ്ച്ച്ലാൻഡ്, നിങ്ങൾക്ക് ജർമ്മനിയിലെ ക്ലൈമറ്റിനെ പറ്റി എന്തൊക്കെ അറിയാമെന്ന് ചോദിക്കും. അപ്പം നമ്മൾ എന്താണോ നമുക്കറിയാവുന്ന കാര്യം അത് നമ്മൾ പറയുക. അത് കഴിഞ്ഞിട്ട് വാസ് ഇൻ ദി എസ് എൻ ഗെവോൺ ഹൈറ്റ്, നിങ്ങളുടെ ഭക്ഷണ രീതി എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. അത് നമ്മൾ പറയാം, നമ്മളിപ്പോൾ പറയാം മൈനെ ഹൈമർലാൻഡിസ്റ്റ് ഇൻ കേരള എസ്കേറ്റ് ഫേർഷിൻ എസ് എൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്താണോ നമ്മുടെ ആൻസർ എന്നൊക്കെ പറയാം. പിന്നെ ഓക്കെ, പിന്നെ ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് നമ്മളുടെ ഡോയ്ച്ച്ലാൻഡിലെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ക്ലൈമറ്റിനെ പറ്റി എന്തറിയാമെന്ന് ചോദിക്കും. പിന്നെ നമ്മളോട് ചോദിക്കാനുള്ള സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്
ഡോയ്ച്ച്ലാൻഡിൽ കൾച്ചറിനെ പറ്റി അറിയാമെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് എന്ത് കൾച്ചറിനെ പറ്റി അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, അത് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ കൾച്ചറിനെ പറ്റി ചോദിക്കുമ്പോൾ നമുക്കത് പറയാനായിട്ട് പറ്റും. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഏകദേശം ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ചോദിക്കും. നമ്മളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ചോദിക്കുമ്പം ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. വി വ്യൂഡൻ സി എ പേഴ്സണലിഷ്കായിട്ട് ബെഷ്റൈബ്. നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താ നമ്മൾ പറയാൻ പറയും, നമ്മുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് പറയാൻ പറയും. പിന്നെ അല്ലെങ്കിൽ ചോദിക്കും വാസ് സിൻ ഇയറിഷ് വേഗൻ ഉണ്ട് സ്റ്റേർക്കൻ എന്ന് ചോദിക്കും. നമ്മളുടെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും എന്താണെന്ന് പറയാം. നമ്മളുടെ വീക്ക്നെസ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, ഇങ്ങനെ പറയാം, ഞാൻ എൻ്റെ ഫുൾ എനർജി ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടി കൊടുക്കും. പക്ഷേ നമ്മളുടെ വീക്ക്നെസ് പറയുമ്പോഴും അതിനൊരു പോസിറ്റീവ് കാണണം. അതായത് ഞാനിപ്പോൾ എൻ്റെ ഫുൾ എനർജിയും എൻ്റെ ജോലിക്കായിട്ട് ഞാനിങ്ങനെ മാറ്റി വയ്ക്കും, അതുകൊണ്ട് എനിക്ക് എൻ്റെ ഹെൽത്തിനെ കെയർ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം ich habe eine gute Kommunikationsfähigkeit und ich habe nicht nur Hilfsbereitschaft sondern auch Mitteilen Qualität എന്ന് പറയാം. പിന്നെ പറയാം ich bin sehr pünktlich എന്ന് പറയാം, ഞാൻ ഭയങ്കര പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരാളാണെന്നൊക്കെ നമുക്ക് പറയാം. എന്താണ് നമ്മുടെ സ്ട്രെങ്ത് അതൊക്കെ നമുക്ക് പറയാം. പിന്നെ ഹാബൻ സി ഫെർവാൻറ്റെ ഇൻ ഡോയ്ച്ച്ലാൻഡ്, നിങ്ങൾക്ക് ജർമ്മനിയിൽ ഏതെങ്കിലും ബന്ധുക്കളുണ്ടോ എന്ന് ചോദിക്കും, സാധ്യതയുണ്ട്. പിന്നെ ചോദിക്കും വാസ് മാഹൻസി നാഹ്ദേം കോഴ്സ്, നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കും. ഇത്രയൊക്കെയാണ് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഇന്റർവ്യൂവിന്. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്റർവ്യൂ നമ്മളോട് അവർ ചോദിക്കാനുള്ള ചോദ്യങ്ങളെല്ലാം ചോദിച്ച് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചോ നമ്മളോട് ചോദിക്കും ഹാബൻ സി ഫ്രാഗൻ എന്ന് ചോദിക്കും. നിങ്ങൾക്ക് ഞങ്ങളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ മിണ്ടാതിരുന്നിട്ടില്ല, എനിക്കൊന്നും ചോദിക്കാനില്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുകയല്ല വേണ്ടത്, നമ്മളവിടെ സ്കോർ ചെയ്യണം. നമുക്ക് ചോദിക്കാനുണ്ട്, നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് ജർമ്മനിയിലെ ക്ലൈമറ്റ് ഒക്കെ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചോദിക്കാം. പിന്നെ നമുക്ക് ചോദിക്കാം എപ്പോഴാണ് ക്ലാസ് തുടങ്ങുന്നതെന്ന് ചോദിക്കാം. അതുപോലെ നമുക്ക് ചോദിക്കാം നിങ്ങൾക്ക് ഈ ഒരു ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി എന്നോട് കുറച്ചും കൂടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാമോ എന്ന് നമുക്ക് ചോദിക്കാം. ഇതൊക്കെ നമുക്ക് ചോദിക്കാം. നമ്മളിങ്ങനെ ചുമ്മാ മിണ്ടായിരിക്കുന്നതിൽ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഇന്റർവ്യൂവിൽ പാസ് ആവാനുള്ള ചാൻസസ് അവിടെ ഹൈ ആവുക. അപ്പോൾ നമ്മൾ എപ്പോഴും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് അവരോട് ആൻസർ പറയാൻ ശ്രമിക്കുക. നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് ഒന്നും അറിയില്ല എന്നൊരു മനോഭാവത്തിലിരിക്കുക. നമുക്കെല്ലാം അറിയാം, നമ്മൾ നല്ല വെൽ പ്രിപ്പയർഡ് ആണ്, നമുക്കെല്ലാം അറിയാം ജർമ്മനിയെ പറ്റി. അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ അവർ നമ്മളോട് എന്തെങ്കിലുമൊക്കെ അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു തരുമായിരിക്കും. അപ്പം നമ്മളിങ്ങനെ ഒന്നും അറിയാത്തവരെ പോയിരിക്കാതെ എല്ലാം നമ്മൾ കേട്ട് എന്നൊക്കെ നമുക്ക് പറയാം. നമ്മൾ റെസ്പോണ്ട് ചെയ്യണം എല്ലാത്തിനും. പിന്നെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ആൾട്ടൻഹൈമിൽ ജോലി വേണോ അതോ ക്രാങ്കൻ ഹൗസിൽ ജോലി വേണോ എന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ പറയുക ജോലി ചെയ്യാൻ ആഗ്രഹം എവിടെയാണെന്ന് ചോദിക്കുക. അപ്പോൾ നമ്മൾ ക്രാങ്കൻ ഹൗസ് ആണെങ്കിൽ എന്തുകൊണ്ട് ക്രാങ്കൻ ഹൗസ്, അല്ലെങ്കിൽ ആൾട്ടൻഹൈം ആണെങ്കിൽ എന്തുകൊണ്ട് ആൾട്ടൻഹൈം, നമ്മൾ ചോദിക്കാം, ഉത്തരം പറയുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എല്ലാം ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ തീർക്കല്ല. യാ ഓർഡർ നെയിൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ യാ, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നൈൻ, അങ്ങനെയല്ല പറയുന്നത്. നമ്മൾ എന്താണോ നമ്മളുടെ യെസ് ഓർ നോ പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ റീസൺ സഹിതം അവരെ മനസ്സിലാക്കണം, പറഞ്ഞ് നമ്മൾ അത് വ്യക്തമാക്കണം. അപ്പം ഇത്രയൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. ഇനി എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് ഇൻ്റർവ്യൂവിന് വന്നിട്ട് 5 മിനിറ്റേ ഉള്ളായിരുന്നു. ഇന്റർവ്യൂ എനിക്ക് 5 മിനിറ്റേ ഉള്ളായിരുന്നു. അതിൽ എന്നോട് ചോദിച്ചത് ഹാബൻ സി എർഫാറും നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എന്തായിരുന്നു, വാറും ഡോയ്ച്ച്ലാൻഡ് ചോദിച്ചു, വാറും ഹൗസ് ബിൽഡിംഗ് ചോദിച്ചു. പിന്നെ ചോദിച്ചു ക്രാങ്കൻ ഹൗസിൽ ജോലി വേണോ അതോ ആൾട്ടൻഹൈമിൽ ജോലി വേണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആൾട്ടൻഹൈമാണ് പറഞ്ഞത്. എന്തോ എനിക്ക് അങ്ങനെ പറയാൻ തോന്നി പെട്ടെന്ന്. അപ്പം ആൾട്ടൻഹൈമിൽ പറയുമ്പം ഇപ്പം ഞാൻ ആൾട്ടൻഹൈമിൽ പറഞ്ഞപ്പം ഞാൻ അതിൻ്റെ റീസൺ പറഞ്ഞു. ഞാൻ പറഞ്ഞു കാരണം എനിക്ക് പ്രായമായ ആൾക്കാരെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയാം. ഇപ്പം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം എൻ്റെ വീട്ടിൽ അപ്പൂപ്പനുണ്ട് അമ്മൂമ്മയുണ്ട്, അപ്പം ഞാൻ അവരൊക്കെ നോക്കി ശീലിച്ചിട്ടുണ്ട്, അവർക്ക് മരുന്ന് എടുത്ത് കൊടുക്കാറുണ്ടായിരുന്നു, അപ്പം എനിക്ക് അതൊക്കെ കൊണ്ടാണ് എന്നൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ ഇഷ്ടം അത് നമുക്ക് പറയാം. പിന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചായിരുന്നു എപ്പോഴാണ് ക്ലാസ് തുടങ്ങുന്നതെന്ന് ചോദിച്ചു, അല്ലെങ്കിൽ എന്താണ് ക്ലൈമറ്റ് എന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് ക്വൻറ്റൻസി മിയബിറ്റെ ബാക്കി കാര്യങ്ങളോട് എന്ന് ഷെയർ ചെയ്യാമോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പം ഇതൊക്കെയായിരുന്നു ഞാൻ ചോദിച്ചത്. പിന്നെ പലർക്കും പല രീതിക്കായിരിക്കും ഇൻ്റർവ്യൂ. ഇപ്പോൾ ചിലർക്ക് ഒറ്റയ്ക്കായിരിക്കും ഇൻ്റർവ്യൂ. ഇപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ വന്നത് ഞങ്ങളുടെ എംപ്ലോയറും അതുപോലെ ഞങ്ങൾ 4 പേരുമായിട്ടാണ് എനിക്ക് ഇൻ്റർവ്യൂ. എല്ലാവരോടും സെയിം ക്വസ്റ്റ്യൻസ് ചോദിച്ച് ആണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റിൽ കൂടുതൽ എനിക്ക് ഇൻ്റർവ്യൂ ഇല്ലായിരുന്നു. അപ്പം നമ്മളിപ്പം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ അവർ നമ്മളോട് നല്ല രീതിക്ക്, അതായത് നമ്മൾ നല്ലപോലെ സംസാരിക്കുന്നെങ്കിൽ അവർ അതുപോലെ നമ്മളോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. പെർഫെക്റ്റ് അങ്ങനെയൊക്കെ പറയും. എനിക്കറിയില്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അതായിരുന്നു. അപ്പം നിങ്ങൾ ഇൻ്റർവ്യൂവിന് ഇപ്പം സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട് പല ഏജൻസീസും. അപ്പം നിങ്ങൾ ഏജൻസീസൊക്കെ ചൂസ് ചെയ്യുമ്പം വളരെ നല്ല അവിടുത്തെ പറ്റിയൊക്കെ അന്വേഷിച്ച് പോയ ആൾക്കാരുമൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ടൊക്കെ നിങ്ങൾ ഏജൻസിയിൽ അപ്ലൈ ചെയ്യാവുള്ളൂ എല്ലാത്തിനും. അപ്പം നമുക്ക്
നല്ലൊരു എംപ്ലോയറിനെ കിട്ടി, എല്ലാവർക്കും ജർമ്മനിയിൽ എത്തട്ടെ. അപ്പം ഇതൊക്കെയാണ് ഇൻ്റർവ്യൂവിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പം നിങ്ങൾ ഈ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുമ്പം ഇതൊക്കെ ശ്രദ്ധിക്കണം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്ത് പറയരുത്. അതായത് നമ്മുടെ ലെബൻസ്ലൗഫ്, CV, മോട്ടിവേഷൻ ലെറ്റർ എല്ലാം അവരുടെ കയ്യിലുണ്ട്. അപ്പം നമ്മളെപ്പറ്റി എല്ലാ ഡീറ്റെയിൽസും അവർക്ക് അറിയാം. അപ്പോൾ നമ്മളൊന്നും എക്സ്ട്രാ പറയുകയോ ഒന്നും ആഡ് ചെയ്ത് പറയുകയോ ഒന്നും നമ്മൾ ചെയ്യരുത്. എക്സ്ട്രാ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ കൊടുക്കാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ഒരുപാട് വിശദീകരിച്ച് പറയാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം നമ്മൾ നല്ലൊരു നെറ്റ് കണക്ഷൻ വേണം നമുക്ക്. നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് വെച്ച് കട്ടായി പോകുന്ന ഒരു രീതി ആവരുത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഐ കോണ്ടാക്ട് എപ്പോഴും കീപ്പ് ചെയ്യണം. അതിപ്പോൾ നമ്മൾ B2 സ്പീക്കിംഗ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ അവരോട് ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിലൊരു ബുക്കുണ്ട്, അതിവിടെ വെക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും, അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കി സംസാരിക്കുമ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മളെപ്പോഴും അവരോട് ഐ കോണ്ടാക്റ്റിൽ സംസാരിക്കണം. ഐ കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ തന്നെ നമ്മളിൽ അവർ ഇംപ്രസ്ഡ് ആവും. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് നോക്കുക, അങ്ങനെ നോക്കി നമ്മൾ സംസാരിക്കരുത്. പിന്നെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട്, ഒരുപാട് പുറത്തുനിന്നൊരു സൗണ്ടുകളോ കാര്യങ്ങളോ ഒന്നും വരാതെ ശ്രദ്ധിക്കണം. അപ്പം ഇതൊക്കെയാണ് ഇൻ്റർവ്യൂവിനെ പറ്റി ഉള്ള കാര്യങ്ങളും ഇൻ്റർവ്യൂവിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇനി ഒരുപാട് ജർമ്മൻ റിലേറ്റഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതിന് വരെ ചിൽഡ്രൻ ബൈ ബൈ.